ഇന്നത്തെ കേക്കിൻ്റെ വെയിറ്റ് അറിയണ്ടേ? അപ്പോൾ ആയോ? ഇന്ന് നമുക്ക് 3 ഓർഡേഴ്സായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ചോക്ലേറ്റ് ട്രഫിളായിരുന്നു. 1 kg ആണ് കേട്ടോ. 1 kg ടോളാക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞൊരു ഷെയ്ഡിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലൈറ്റ് അത്രയും ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ കളറിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ക്രീം കോട്ടൊക്കെ ചെയ്ത് വെച്ചത് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ ഓർഡർ ചെയ്തായിരുന്നു. കസ്റ്റമർ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ത്രൂ വന്നതായിരുന്നു കേട്ടോ. ടെഡീനെയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ തന്നെ ഈ ഒരു ഡിസൈന് ഒരു വെറൈറ്റി ഡിസൈനായിരുന്നു കേട്ടോ. ഒരു ടെഡി, ദെൻ ചെറിയൊരു എന്താ പറയുക, കുട്ടി എന്ന് വേണേൽ പറയാം. അത്രയും മിനി ആയിട്ടുള്ളൊരു ചെറിയൊരു കേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നൊരു ടെഡി, അതായിരുന്നു കേട്ടോ തീം വരുന്നത്. അപ്പോൾ ഡെക്കറേഷൻ നമുക്ക് പതിയെ കാണാം ഓരോന്നിൻ്റെതായിട്ട്. അങ്ങനെ ഈ ഒരു കേക്കിൻ്റെ എന്താ പറയുക, ഫൈനൽ ഫിനിഷിംഗ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ, ഇത് വന്നിട്ട് തെണ്ടർ കോക്കനട്ട് ആയിരുന്നു കേട്ടോ. 1/2 kg 500 ഗ്രാം തെണ്ടർ കോക്കനട്ട് നമ്മൾ ടോളാക്കിയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു സ്പൈഡർമാൻ തീമായിരുന്നു. ഇത് കസ്റ്റമർ വന്നിട്ട് എൻ്റെ ഒരു കോളേജിലുള്ളൊരു സാറ് തന്നതായിരുന്നു കേട്ടോ. അവരുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. റെഗുലർ കസ്റ്റമറൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്കിൽ ക്രീം കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളൊരു ബ്ലൂ കളർ, സ്പൈഡർമാൻ ആകുമ്പോൾ പൊതുവേ ബ്ലൂ റെഡ് ഒക്കെ തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചു. സൈഡിൽ നമ്മൾ എന്താ പറയുക, ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ജസ്റ്റ് ആ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഒരു 250 ഗ്രാം വരുന്നൊരു കേക്കാണ്. വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ വരുന്നത്. ഈ ഏട്ടൻ്റെ ഫ്രണ്ട് വഴി വന്നൊരു ഓർഡറായിരുന്നേ. ഇത് 250 ഗ്രാമാണ്. അപ്പം ഞാൻ പറഞ്ഞ വെയിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. 1 kg ഉണ്ടായിരുന്നു, 1/2 kg ഉണ്ടായിരുന്നു, 1/4 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് വെയിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ചുരുക്കം ചില ടൈമിലൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കേക്കും ക്രീം കോട്ട് അടിച്ച് വെച്ചതായിരുന്നു. ജസ്റ്റ് ഫൈനൽ ഇതൊരു വൈറ്റ് തീമിലായിരുന്നു കേട്ടോ കേക്ക് വരുന്നത്. അതിൽ നമ്മളൊരു ചെറിയൊരു കപ്പിളിൻ്റെ ഒരു ചെറിയൊരു പ്രിൻ്റ് വെച്ചിട്ട് ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്യായിരുന്നു. അപ്പോൾ സിമ്പിൾ കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ നമ്മൾ ഇവിടെ നിന്നല്ല കേട്ടോ ചെയ്യുന്നത്, വീട്ടിൽ നിന്നല്ല. നമ്മൾ വെന്യൂ പോയിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. ദെൻ നമ്മൾ കേക്കെല്ലാം പാക്ക് ചെയ്തു. ബാക്കി ഡെക്കറേഷൻ ഐറ്റംസും നമ്മൾ സെപ്പറേറ്റ് പാക്ക് ചെയ്തു. അവിടെ പോയിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് കുറച്ച് ലോങ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ട്രാവലിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ സീനാവുമല്ലോ. നമ്മൾ സാധനം എല്ലാം സെറ്റാക്കി എടുത്തു. ദെൻ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ സ്റ്റാർട്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഒരു ചെറിയ ടെഡി ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ആ ഒരു ടെഡീനെ കേക്കിലേക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഒരു കുട്ടി കേക്ക് അതും കൂടെ അതിൻ്റെ അടുത്താക്കിയിട്ട് ജസ്റ്റ് ക്യാൻഡിലൊക്കെ ഉണ്ട് കേട്ടോ. ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി കേക്ക്. അങ്ങനെ നമ്മൾ ആ ഒരു ടെഡീൻ്റെ അടുത്ത് സെറ്റാക്കി വെച്ചു. ടെഡി ഒന്ന് ചെരിഞ്ഞ് നിർത്തിച്ചതാണ് കേട്ടോ. ആ ഒരു ലുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയത് കേട്ടോ. ദെൻ അവരുടെ റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാവയുടെ നെയിം അതും കൊടുത്തു. ദെൻ 1 എന്നുള്ളൊരു ഫോണ്ടൻറ്റിലാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബോർഡറിലാക്കിയിട്ടൊരു ഗോൾഡൻ്റെ ടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ സ്പ്രെഡ് ചെയ്തത് ഉണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു അതിൻ്റെ അങ്ങനെ അവർ എനിക്ക് ചെറിയൊരു ഏരിയ ഒക്കെ സെറ്റായി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചെയ്തതായിരുന്നു. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഫോൺ യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നല്ലപോലെ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ, ഇത് വരുന്നത് സ്പൈഡർമാൻ്റെ തീമായിരുന്നു കേട്ടോ. അതിനും നമ്മൾ ആ ഒരു ടച്ചിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പിൽ ജസ്റ്റ് ഗോൾഡൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ പിന്നെ നമ്മൾ ആ ഒരു ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്രഷിൻ്റെ ഒരു ടിപ്പ് വെച്ചിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറയാൻ ഈ ഒരു സ്പൈഡർമാൻ, നമ്മൾ സ്പൈഡർമാൻ്റെ ഒരു എന്താ പറയുക, ഹെഡും 2 ഹാൻഡുമാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കേക്കിൽ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഒരു ടോപ്പറും കൂടെ കുത്തിക്കയറ്റി വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫോക്സ് ബോൾസ് അത് ടോപ്പിലും ബോട്ടമായിട്ട് സൈഡിലിങ്ങനെ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഡിസൈന് പരമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ വന്നൊരു ഡിസൈന് അങ്ങോട്ട് സെറ്റാക്കി അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ദെൻ നമുക്ക് അതൊന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കേക്കും പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് അടുത്ത കേക്കിൻ്റെ ഡെക്കറേഷനിലേക്ക് പോയാലോ. ഓക്കെ കമോൺ. അപ്പോൾ ഇത് ലാസ്റ്റ് വണ്ണാണ്. ഒരു മിനി കുട്ടി ക്യൂട്ട് കേക്കാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കുട്ടി പ്രിൻ്റ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു. എന്നിട്ട് ക്രീം കൊണ്ട് റൈറ്റിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ നന്ദു. അത് ക്രീം കൊണ്ട് റെഡാണ് കേട്ടോ ക്രീം വെച്ച് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ റൈറ്റിങ് അവിടെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കുട്ടി കുട്ടി ഹാർട്ട്സും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു പ്രിൻറ്റിൻ്റെ റൈറ്റും ലെഫ്റ്റും സൈഡിലായിട്ട് ജസ്റ്റ് ചെറിയ കുട്ടി കുട്ടി ഹാർട്ട്സും കൂടെ വരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കുട്ടി കേക്ക് ക്യൂട്ടായില്ലേ. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയെടുത്തു. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ എല്ലാ കേക്കും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി 2 കേക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്തായിരുന്നു കേട്ടോ. നിങ്ങൾക്കിതിൽ ഏത് കേക്കാണ് ഇഷ്ടമായതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മൾ കേക്ക് പാക്ക് ചെയ്തു. അവർ പെട്ടെന്നായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ അടുത്ത വീഡിയോയിൽ കാണില്ലേ. അപ്പോൾ അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ